ഹായ്, നമ്മുടെ ടീമിൻ്റെ പേര് ഇലക്ട്ര. എൻ്റെ പേര് സഞ്ജു. സോ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ബേസ്ഡ് സ്മാർട്ട് എനർജി മീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ സാധാരണ നിലവിലുള്ള നമ്മുടെ വീടുകളിലെ എനർജി മീറ്റേഴ്സ് നമ്മളെ യൂസറിന് അധികം ഡേറ്റ കൊടുക്കുന്നില്ല. അവർക്കിപ്പം ഒരു യൂസർ അയാളെ എന്തുമാത്രമാണ് എനർജി യൂസ് ചെയ്യുന്നത്, എവിടേക്കാണ് എനർജി പാഴായി പോയത്, ഇലക്ട്രിസിറ്റി വെറുതെ എവിടേക്കാണ് യൂസ് ആവുന്നത് എന്നുള്ള ഡേറ്റയൊന്നും സാധാ എനർജി മീറ്റർ നിലവിലുള്ള KCB എനർജി മീറ്റേഴ്സ് കൊടുക്കുന്നില്ല കേരളത്തിൽ. സോ നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് എനർജി മീറ്റർ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഇഷ്ടംപോലെ ഇൻഫർമേഷൻ കിട്ടും. അയാൾ എങ്ങനെയാണ് എനർജി കൺസ്യൂം ചെയ്യുന്നത്, അയാളുടെ പാറ്റേൺ എന്താണ്, റെക്കമെൻഡേഷൻസും അങ്ങനെ പല പല ഫീച്ചേഴ്സ് ആഡഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മുടെ ഫീച്ചർ. നമ്മുടെ സ്മാർട്ട് എനർജി മീറ്ററിന് രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് ഹാർഡ്വെയർ പാർട്ടും ഒന്ന് സോഫ്റ്റ്വെയർ പാർട്ടും. ഹാർഡ്വെയർ പാർട്ടിലെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് കറന്റ് സെൻസർ, വോൾട്ടേജ് സെൻസർ, ESP തെർമോമീറ്റർ മൊഡ്യൂൾ, പിന്നെ AC സ്റ്റെപ്പ് ഡൗൺ മൊഡ്യൂൾ. കറന്റ് സെൻസർ, വോൾട്ടേജ് സെൻസർ നമുക്കറിയാം, അത് ഡാറ്റ സെൻസ് ചെയ്തിട്ട് അത് നമ്മൾ ക്ലൗഡിലേക്ക് ESP തെർമോമീറ്റർ മൊഡ്യൂളിൽ കൊടുക്കും. അത് വൈഫൈ ത്രൂ ക്ലൗഡിലേക്ക് കൊടുക്കും. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പാർട്ടാണ്. സോഫ്റ്റ്വെയർ പാർട്ടിൽ UA ഉണ്ടാവും. അത് നമുക്ക് യൂസറിന് അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ പാർട്ടിലെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും റിയൽ ടൈം മോണിറ്ററിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ ഇന്റർഫേസിൽ തന്നെ റിയൽ ടൈം ആയിട്ട് നമുക്ക് നമ്മുടെ എത്രയാണ് എനർജി കൺസപ്ഷൻ എന്ന് നമുക്ക് അറിയാൻ പറ്റും. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെയിലി ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഡെയിലി എനർജി കൺസംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും kWh മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാനൊരു ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അതിനേക്കാളും കൂടുതൽ എനർജി യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു അലേർട്ട് വരും. ലൈക്ക് നിങ്ങൾ ഇത്രയും നിങ്ങളുടെ ഡേറ്റ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ എനർജി കൺസംഷൻ എന്ന്. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ച ഒരു ഫീച്ചറാണ് ലൈക്ക് ഡിവൈസ് സ്പെസിഫിക് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ. അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പം ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്ന ഡിവൈസസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ. ഇപ്പോൾ ഫ്രിഡ്ജ് ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഹീറ്റർ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനത്തെ ഡിവൈസസ് ഒക്കെ നമുക്ക് എനർജി കൺസപ്ഷൻ കൂടുതലാണെങ്കിൽ അതിനെ റിയൽ ടൈം മോണിറ്ററും ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ അത് നേരം ഓണായി കിടക്കണം, നമുക്ക് അതിനെ വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആക്കാൻ പറ്റും നമ്മുടെ UI ത്രൂ. ആക്ച്വലി രണ്ട് മെത്തഡോളജി ഉണ്ട്. ഒന്നാമത്തെ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സ്മാർട്ട് പ്ലഗ് അഡാപ്റ്റ് ചെയ്യാം. ഓരോ ഡിവൈസസിൻ്റെയും പ്ലഗ് പോയിന്റിന് അവിടെ ഓരോ സ്മാർട്ട് പ്ലഗ്സ് നമുക്ക് അഡാപ്റ്റ് ചെയ്താൽ അത് ത്രൂ നമുക്ക് വൈഫൈ വെച്ചിട്ട് സ്മാർട്ട് പ്ലഗ് ത്രൂ ആ ഡിവൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ആൻഡ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡിവൈസ് റെക്കഗ്നേഷൻ്റെ ആണ്. നമ്മുടെ ഐഡിയയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ എനർജി മീറ്റേഴ്സ് പോലെ ഒരു മനുഷ്യൻ നേരിട്ട് വന്ന് ഇൻപേഴ്സൺ വന്ന് മീറ്റർ റീഡിംഗ് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡേറ്റ റീഡിംഗ് ഫുള്ള് അവർക്ക് കിട്ടും, ലൈക്ക് ഇതിൻ്റെ സെർവറിൽ കിട്ടും. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനർജി ക്രൈസിസിലേക്കാണ്. സോ നമ്മുടെ സ്മാർട്ട് എനർജി മീറ്റർ എല്ലാ വീടുകളിലും ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ വീടുകളിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്മാർട്ട് സിറ്റി തന്നെ ഉണ്ടാക്കിയെടുക്കാം.